തൃശൂരിൽ നടന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി യോഗത്തിൽ സംഘർഷം. നാടകീയ സംഭവങ്ങൾ നടന്നു. യൂണിയൻ അംഗങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടായ എറണാകുളത്തെ കള്ളപ്പണ വെളുപ്പിക്കൽ പരാതി ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പേരിൽ 16 ലക്ഷം രൂപ കറൻസിയായി ചിലരിൽ നിന്ന് വാങ്ങിച്ചുവെന്ന എറണാകുളം ജില്ലാ സെക്രട്ടറി ഷജിലിന്റെ വെളിപ്പെടുത്തലാണ് ചൂടുപിടിച്ച ചർച്ചയ്ക്കിടയാക്കിയത്. ബാങ്ക് അക്കൗണ്ടോ ചെക്കോ വഴിയോ അല്ലാതെ കറൻസിയായി 16 ലക്ഷം കൈപ്പറ്റിയെന്ന് ഷജിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതിലേറെ ലക്ഷങ്ങളുടെ കള്ളപ്പണം സംസ്ഥാന സമ്മേളന മറവിൽ വെളുപ്പിച്ചെടുത്തതായും ആരോപണങ്ങൾ ഉയർന്നു. തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സെക്രട്ടറി വിജേഷിന്റെ നേതൃത്വത്തിൽ 3 അംഗ കമ്മീഷന് രൂപം നൽകി. കമ്മീഷൻ ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെച്ച ഇടക്കാല റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയ്ക്കിടെയാണ് കയ്യാങ്കളി. 16 ലക്ഷം രൂപ ആരിൽ നിന്നാണ് വാങ്ങിയതെന്ന് വ്യക്തമാക്കാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഷജിൽ തയ്യാറായില്ലെന്നും ഈ പണത്തിന് GST അടച്ചിട്ടില്ലെന്ന് ബോധ്യമായതായും കമ്മീഷൻ കൺവീനർ വിജേഷ് യോഗത്തിൽ അറിയിച്ചു. ഇതോടെ കള്ളപ്പണം വെളുപ്പിക്കലിനൊപ്പം നികുതി വെട്ടിപ്പ് നടന്നതായി ചൂണ്ടിക്കാട്ടി എറണാകുളത്തു നിന്നുള്ള അംഗം രാംദാസ് ഇടപെട്ടു. ഇതിൽ പ്രകോപിതനായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ കസേര ഉയർത്തി രാമദാസിനെ അടിക്കുകയായിരുന്നു. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമായിരുന്നെങ്കിലും ഒഴിഞ്ഞുമാറിയതിനാൽ ഗുരുതര പരിക്കില്ലാതെ രാംദാസ് രക്ഷപ്പെട്ടു. മറ്റംഗങ്ങൾ ഗോപകുമാറിനെ ബലമായി പിടിച്ച് ഹാളിന് പുറത്തേക്ക് മാറ്റി. മദ്യലഹരിയിലാണ് ഗോപകുമാർ ആക്രമണം നടത്തിയെന്നും ആരോപണമുയർന്നു. ഇതിനിടെ ഷജിൽ സംഘർഷരംഗം മൊബൈൽ ക്യാമറ വീഡിയോയിൽ എടുത്തത് സംസ്ഥാന സെക്രട്ടറി ഫിലിപ്പോസ് മാത്യു ഡയസിൽ നിന്ന് ഇറങ്ങി വന്നു തടഞ്ഞു. 2 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് നൽകാൻ കമ്മീഷന് യോഗം നിർദ്ദേശം നൽകി. തുടർന്ന് ഷജിലിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കും. കള്ളപ്പണ വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് വിഷയങ്ങൾ യൂണിയന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിച്ചതായും അഭിപ്രായമുയർന്നു. നിലവിൽ മന്ത്രി OJ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ MV വിനീത യോഗത്തിന് തൊട്ടുമുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നതും ചർച്ചയായി. ആലപ്പുഴ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇടപെട്ടായിരുന്നു മന്ത്രിയുടെ PA കൂടിയായ വിനീതയുടെ പ്രതികരണം. ഇതിനെതിരെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ യോഗത്തിൽ ശക്തമായി പ്രതികരിച്ചു. വിനീതയുടെ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിയുടെ PA കോടതി കയറ്റി വാർത്തയാക്കും വിധം ഇടപെടുമെന്നും റോയ് മുന്നറിയിപ്പ് നൽകി. ഭരണഘടനാ ഭേദഗതി സമ്മേളനം 4-ന് എറണാകുളത്ത് നടത്താൻ തീരുമാനിച്ചു. അംഗങ്ങൾക്ക് പ്രയോജനകരമായ ജേർണലിസ്റ്റ് വെൽഫെയർ ഫണ്ട് പദ്ധതിയുമായും രൂക്ഷമായ വാഗ്വാദവും യോഗത്തിൽ ഉയർന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ വ്യക്തമാക്കി. ദുരിതമനുഭവിക്കുന്ന മാധ്യമപ്രവർത്തകർക്കുള്ള ആശ്വാസകരമായ പദ്ധതിയാണിത്. ഇതിന് തുരങ്കം വയ്ക്കുന്ന യാതൊരു ഇടപെടലും ചെറുത്തു തോൽപ്പിക്കുമെന്നും സുരേഷ് എടപ്പാൾ വ്യക്തമാക്കി. എന്നാൽ ഈ നിലയിൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കിരൺ ബാബു പക്ഷം.